ഗാനവാദ്യങ്ങൾ അല്ലേ? എന്ത് പറയും? ഗാനവാദ്യങ്ങൾ. ഇനി താളം വായിക്കുന്നതിനെയോ? താളവാദ്യം. അപ്പോ പാട്ട് ഒരു ഇൻസ്ട്രുമെന്റിൽ വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? സ്വരങ്ങളെയാണ് അല്ലേ? സ്വരങ്ങളാണ്. പക്ഷെ ഒരു താളവാദ്യത്തിൽ നമ്മൾ വായിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ അക്ഷരമാല എന്താണ്? താളവാദ്യത്തിൽ വായിക്കുന്നത് എന്താണ്? താളവാദ്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? താളവാദ്യത്തിൽ വായിക്കുന്നത് എന്താണ്? ഗാനവാദ്യത്തിൽ സ്വരങ്ങളാണ്. താളവാദ്യത്തിൽ എന്താ വായിക്കുന്നത്? അതൊന്ന് എങ്ങനെയാ വായിക്കുന്നത്? ഗാനവാദ്യത്തിന് സ്വരങ്ങളാണ്. താളവാദ്യത്തിന് എന്താണ്? എന്താ ഉള്ളത്? എന്താണ് നമ്മൾ പറയുന്നത്? ചൊല്ലുകൾ. മനസ്സിലായില്ലേ? എന്താണ്? ചൊല്ലുകൾ. ചൊല്ലുകളാണ് താളവാദ്യത്തിൽ വായിക്കുന്നത്. പക്ഷെ ഗാനവാദ്യത്തിലോ സ്വരങ്ങളാണ് വായിക്കുന്നത് അല്ലേ? അപ്പോ ചൊല്ലുകളെ മനോഹരമായി മനുഷ്യർ പറയുന്നതിന് ഒരു പേരുണ്ട്. എന്താണ്? കൊന്നക്കോൽ. കൊന്നക്കോൽ എന്നാണ് അതിന്റെ പേര് അല്ലേ? അപ്പൊ നമ്മള് കൊന്നക്കോല് ഒന്ന് പറയാനായിട്ട് പഠിക്കുക. അതിനു മുമ്പ് നമ്മളൊരു താളത്തെ പരിചയപ്പെടുന്നുണ്ട്. അതിന്റെ പേര് ചതുരസ്ര ജാതി ത്രിപുട താളം അല്ലെങ്കിൽ ആദി താളം. അപ്പൊ ആദി താളത്തിന് എത്ര അക്ഷരമുണ്ട്? ആദി താളത്തിന് എത്ര ഉണ്ട്? 8 അക്ഷരം അല്ലേ? അപ്പൊ 8 അക്ഷരമുണ്ട്. അപ്പൊ 8 സെക്കൻഡുകളും ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെയാണ് കാണിക്കുന്നത്? ആംഗ്യങ്ങളിലൂടെയാണ് അല്ലയോ? അപ്പോ ആംഗ്യങ്ങൾ ഏതൊക്കെ തരത്തിൽ ആംഗ്യങ്ങളുണ്ടെന്ന് കാണിച്ച് അടിക്കുക. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അല്ലയോ? അടിക്കുക, വിരലെണ്ണുക, വീശുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ നമുക്ക് കൊന്നക്കോലിന്റെ ഒന്നാം കാലം എന്ന് വെച്ചാൽ എന്തുവാ? ഒരടിക്ക് ഒരക്ഷരം വെച്ച് പറയുന്നത് അല്ലയോ? ഒരക്ഷരം. അതാണ് ഒന്നാം കാലം. ആ ഒന്നാം കാലം നമ്മളൊന്ന് പറയാൻ നോക്കാൻ പോകും. ഞാൻ ആദ്യം പറയും, നിങ്ങൾ താളമിട്ട് പറയണം. മനസ്സിലായല്ലോ? ത തി ദും നം ത തി ദും നം. പറയാൻ ശീലിച്ചോ? ഒന്നാം കാലം പറയാലോ? ഒന്ന് പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. അടുത്ത ആള് പറഞ്ഞേ. അടുത്ത ആള് പറഞ്ഞേ. മനസ്സിലായല്ലോ? അത്